ഹലോ മകൾസ്, വെൽക്കം ടു എജുപോഡ്. എജുപോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എടാ ഒരു 5 മിനിറ്റ് പ്ലീസ്, ഒരു 5 മിനിറ്റ് മാത്രം കേട്ടോ. ഓക്കെ, അതായത് ഇത്രേ ഉള്ളൂ. എയ്ഡ്സ് പകരുന്ന വിധം, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് എയ്ഡ്സ്. എയ്ഡ്സ് എങ്ങനെ പകരും പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ എയ്ഡ്സ് എങ്ങനെ പകരാന്ന് ചോദിച്ചാൽ 4 മെത്തേഡ് ത്രൂ എയ്ഡ്സ് പകരാം. എത്ര മെത്തേഡ് ത്രൂ? 4 മെത്തേഡ് ത്രൂ. അതിലൊന്നാമത്തേത് ഇതാ, ത്രൂ സെക്ഷൽ കോണ്ടാക്ട് വിത്ത് HIV ഇൻഫെക്റ്റഡ് പേഴ്സൺ. HIV ഉള്ള ഒരാളുമായിട്ട് എന്ത് ചെയ്യുക? സെക്സിൽ ഏർപ്പെടുക. ഓക്കെ, HIV ബാധിതരുമായ ലൈംഗിക ബന്ധത്തിലൂടെ. പരീക്ഷയ്ക്ക് ചില ആളുകൾ എഴുതി വെക്കും ലൈംഗിക ബന്ധത്തിലൂടെ. പൊട്ടത്തെറ്റ്. ലൈംഗിക ബന്ധത്തിലൂടെ എയ്ഡ്സ് പകരില്ല. HIV ബാധിതയായിട്ടുള്ള ഒരാളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എന്ത് പകരുള്ളൂ? എയ്ഡ്സ് പകരുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഫ്രം HIV ഇൻഫെക്റ്റഡ് മദർ ടു ഫീച്ചേഴ്സ്. HIV ബാധിതയായ ഒരു അമ്മയിൽ നിന്നും ഗർഭസ്ഥ ശിശുവിലേക്ക്. ഇവിടെയും ഞാൻ സൂചിപ്പിക്കുന്നു, അമ്മയിൽ നിന്നും ഗർഭസ്ഥ ശിശുവിലേക്ക് എന്ന് എഴുതിയാൽ കാര്യമില്ല. HIV ബാധയായ അമ്മയിൽ നിന്നും ഗർഭസ്ഥ ശിശുവിലേക്ക്. ഓക്കെ, മദർ ടു ഫീച്ചേഴ്സ് കിട്ടൂലേ. ഇനി അടുത്തത് ബൈ ഷെയറിങ് നീഡിൽസ് ആൻഡ് സിറിഞ്ചസ് കണ്ടാമിനേറ്റഡ് വിത്ത് HIV കമ്പോണൻസ്. ഓക്കെ, HIV ഘടകങ്ങൾ അടങ്ങിയ സൂചിയും സിറിഞ്ചും പങ്കുവെക്കുന്നതിലൂടെ. സൂചിയും സിറിഞ്ചും പങ്കുവെച്ചു എന്ന് എഴുതിയിട്ട് പ്രശ്നമില്ല. HIV ഘടകങ്ങൾ അടങ്ങിയ സൂചിയും സിറിഞ്ചും പങ്കുവെക്കുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ? എയ്ഡ്സ് പകരുള്ളൂ. ഇനി ലാസ്റ്റ് ത്രൂ ദ റിസപ്ഷൻ ഓഫ് ബ്ലഡ് ആൻഡ് ഓർഗൻസ് കണ്ടാമിനേറ്റഡ് വിത്ത് HIV അടങ്ങിയ രക്തവും അവയവങ്ങളും സ്വീകരിക്കുന്നതിലൂടെ. വെറുതെ രക്തവും അവയവവും സ്വീകരിച്ചു എന്ന് എഴുതിയിട്ട് പ്രശ്നമില്ല. HIV ഘടകങ്ങൾ അടങ്ങിയ രക്തവും പിന്നെ അതേപോലെ തന്നെ അവയവങ്ങളും സ്വീകരിക്കുമ്പോഴേ എന്തേ ഉള്ളൂ? വിഷയമുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 മെത്തേഡ് ത്രൂ ആണ് എന്ത് ചെയ്യുക? എയ്ഡ്സ് പകരം. ഇത് പക്ക പ്രോപ്പറായിട്ട് കണ്ണിങ് ആയിട്ട് പഠിക്കണം. ഇത് പഠിക്കാൻ ഞാൻ ഒരു ഐഡിയ പറയാം. ജസ്റ്റ് ഒരു സിമ്പിൾ, ഒരു ചെറിയൊരു കഥ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളെ വീട്ടിൽ ഒരുപാട് ആളുകൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെ അമ്മ അല്ലെങ്കിൽ നിങ്ങളെ സിസ്റ്റേഴ്സ്, നിങ്ങളെ കസിൻസ് ഒക്കെ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യും? അവർക്ക് കുറേ ബ്ലഡ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടാവും. എല്ലാവർക്കും അറിയാമല്ലോ. വെറുതെ ഒന്ന് സിമ്പിൾ ലോജിക്. അപ്പോൾ അങ്ങനെ ആലോചിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? 2 ആൾ സെക്ഷലി കോൺടാക്ട് നടത്തി കഴിഞ്ഞാൽ എന്തുണ്ടാവുള്ളൂ? പ്രഗ്നൻ്റ് ആവുള്ളൂ അല്ലേ? അറിയാം. ഓക്കെ, അപ്പോൾ 2 ആൾ സെക്ഷലി കോൺടാക്ട് നടത്തിയാലേ പ്രഗ്നൻ്റ് ആവുള്ളൂ. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ കുറേ സൂചി സിറിഞ്ചൊക്കെ യൂസ് ചെയ്യുമല്ലോ. പിന്നെ അതേപോലെ തന്നെ അവർക്ക് എന്തിനും ആവശ്യം ഉണ്ടാവും? ബ്ലഡും ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, 2 ആൾ സെക്ഷലി കോൺടാക്ട് നടത്തിയാലേ പ്രഗ്നൻ്റ് ആവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇത് എന്താണ്? ത്രൂ സെക്ഷൽ കോൺടാക്ട്. പിന്നെ പ്രഗ്നൻ്റ് ആയി, അപ്പോൾ ഫ്രം മദർ ടു ഫീച്ചേഴ്സ്. കണക്ട് ചെയ്യുക. എന്നിട്ട് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ സൂചി സിറിഞ്ചൊക്കെ കുത്തിവെക്കും. അപ്പോൾ എന്താണ്? ഷെയറിങ് നീഡിൽസ് ആൻഡ് സിറിഞ്ചസ്. ഓക്കെ, പിന്നെ അവർക്ക് എന്തും ആവശ്യം ഉണ്ടാവും? ഹോസ്പിറ്റലിന് ബ്ലഡും ആവശ്യം ഉണ്ടാവും. അപ്പോൾ ത്രൂ ദ റിസപ്ഷൻ ഓഫ് ബ്ലഡ്. ഓക്കെ, അത് ആ ഒരു ലോജിക്കിൽ ഇങ്ങനെ എന്ത് ചെയ്യുക? കണക്ട് ചെയ്തിട്ട് ആലോചിക്കുക. അപ്പോൾ ഈ ഒരു 4 മെത്തേഡ് ത്രൂ ആണ് എന്ത് ചെയ്യുക? എയ്ഡ്സ് പകരുക. ഇത് പക്ക പ്രോപ്പറായിട്ട് പഠിക്കണം. ഓക്കെ, അങ്ങനെയെങ്കിൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 2 മാർക്ക് കിട്ടും. ഓക്കെ, എന്നാൽ ഈ കേട്ടോളൂ, ഇത് നിങ്ങൾ പഠിച്ചു വെച്ചു. പക്ഷെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇതായിരിക്കും ചോദിക്കാം. എയ്ഡ്സ് എങ്ങനെയൊക്കെ പകരില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങളെ സുഹൃത്തിന് എയ്ഡ്സ് ഉണ്ട്, അവനെ ഒറ്റപ്പെടുത്തുന്നത് ശരിയോ തെറ്റോ എന്ന് ചോദിക്കാം. അപ്പോൾ അവനെ ഒറ്റപ്പെടുന്നത് ശരിയോ തെറ്റോ? തെറ്റ്, പൊട്ടത്തെറ്റ്. അവനെ ഒറ്റപ്പെടുത്താൻ പാടില്ലേ ഇല്ല. ഓക്കെ, പാടില്ല. ഓക്കെ, എന്തുകൊണ്ട് പാടില്ല എന്നുള്ളതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ബിക്കോസ് അവനെ ടച്ച് ചെയ്തു എന്ന് എഴുതിയിട്ട് എയ്ഡ്സ് പകരില്ല. അവനക്ക് ഷെയ്ക്കാൻ ചെയ്ത് കൊടുത്തു എന്ന് എഴുതിയിട്ട് എയ്ഡ്സ് പകരില്ല. അവൻ കഫ് ചെയ്തു, സ്നീസ് ചെയ്തു, അല്ലെങ്കിൽ അവൻ ചുമച്ചു, തുമ്മി, അവന് സ്പർശനം അല്ലെങ്കിൽ ഹസ്തദാനം, ഇതിലൂടെ ഒന്നും എന്ത് ചെയ്യില്ല? എയ്ഡ്സ് പകരില്ല. ഓക്കെ, ഇനി പോട്ടെ, എന്താണ്? കൊതുക്, ഈച്ച, പ്രാണി തുടങ്ങിയ പാറ്റകളിലൂടെ ഒന്നും എന്ത് ചെയ്യില്ല? എയ്ഡ്സ് പകരില്ല. എന്തിനേറെ പറയുന്നു, അവൻ്റെ ഒപ്പം നിങ്ങൾ എന്ത് ചെയ്തു? ഒരുമിച്ച് താമസിച്ചു, ഒരുമിച്ച് ആഹാരം പങ്കിട്ടു. സ്റ്റേയിങ് ടുഗദർ ആൻഡ് ഷെയറിങ് ഫുഡ്. നിങ്ങൾ തമ്മിൽ ഒപ്പം ഫുഡ് ഷെയർ ചെയ്തു, ഒപ്പം താമസിച്ചു, ഒരേ റൂമിലാണ് താമസിച്ചത്, ഒരേ വീട്ടിൽ താമസിച്ചു, അതൊന്നും പ്രശ്നമില്ല. അതുകൊണ്ടൊന്നും എയ്ഡ്സ് പകരില്ല. എന്തിനേറെ പറയുന്നു മക്കളെ, നിങ്ങൾ സെയിം ടോയ്ലറ്റ് യൂസ് ചെയ്തു, ഒരേ ബാത്റൂമിലാണ് നിങ്ങൾ കുളിക്കണതും ശൗചാലയം ഒക്കെ ഒപ്പം തന്നെ. എന്നാ ടേക്കിംഗ് ബാത്ത് ഇൻ ദ സെയിം പോണ്ട്, ഒരേ കുളത്തിൽ നിന്നാണ് നിങ്ങൾ കുളിച്ചത്, ഇന്നാലും എയ്ഡ്സ് പകരില്ല. അപ്പോൾ ഒരേ കുളത്തിൽ നിന്ന് കുളിച്ചാലും എയ്ഡ്സ് പകരില്ല, ഒരേ ബാത്റൂം യൂസ് ചെയ്താലും പകരില്ല, ഇനി ഒരു പാത്രത്തിൽ നിന്ന് ഫുഡ് കഴിച്ചാലും പകരില്ല, ഒപ്പം കിടന്നുറങ്ങിയാലും എയ്ഡ്സ് പകരില്ല. അങ്ങനെ ഒന്നും എയ്ഡ്സ് പകരില്ല. പിന്നെ ഇപ്പം എന്തിനാ ഓനെ ഒറ്റപ്പെടുത്തണു? പിന്നെ ഓനെ ഒറ്റപ്പെടുത്തുന്നതിൽ ശരി ലോജിക്ക് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളെ ഒറ്റപ്പെടുത്തുന്നത് ശരിയല്ല, അത് തെറ്റാണ്, ഇറ്റ്സ് റോങ് എന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതി വെച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ടച്ച്, ഷെയ്ക്ക് ഹാൻഡ്, കഫിങ്, സ്നീസിങ്, ഇതിലൊന്നും എയ്ഡ്സ് പകരില്ല. ഒരുമിച്ച് താമസിച്ചു, സ്റ്റേയിങ് ടുഗദർ, എയ്ഡ്സ് പകരില്ല. പിന്നെ അതേപോലെ തന്നെ എന്താണ്? നിങ്ങൾ ഷെയർ ചെയ്തു, ഫുഡ് ഷെയർ ചെയ്തു, എയ്ഡ്സ് പകരില്ല. നിങ്ങൾ ഒരേ കുളത്തിൽ നിന്ന് കുളിച്ചു, എയ്ഡ്സ് പകരില്ല. എന്തിനേറെ പറയുന്നു, ഒരേ ബാത്റൂം യൂസ് ചെയ്താൽ പോലും എയ്ഡ്സ് പകരില്ല. ഓക്കെ, പിന്നെ വെറുതെ ഒന്ന് ഓർത്ത് വെക്കുക, കൊതുക്, ഈച്ച തുടങ്ങിയ ഇൻസെക്ട്സ് ലൈക്ക് മൊസ്കിറ്റോ ആൻഡ് ഹൗസ് ഫ്ലൈ, അതിലൂടെ ഒന്നും എന്ത് ചെയ്യില്ല? എയ്ഡ്സ് പകരില്ല. അപ്പോൾ എയ്ഡ്സ് പകരുന്ന വിധവും പകരാത്ത വിധവും എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ വെറുതെ ചുമ്മാ ഒരു കാര്യം കൂടി പറഞ്ഞില്ല. എയ്ഡ്സിന് കാരണമാകുന്ന വൈറസിന്റെ പേരെന്താണ്? HIV വൈറസ്. ഓക്കെ, HIV കേട്ടോ, HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. HIV വൈറസ് എന്ന് മാത്രം നോട്ട് ചെയ്താൽ മതി, വിഷയമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഹാപ്പി അല്ലേ? സെറ്റ് അല്ലേ? പകരുന്ന വിധവും പകരാത്ത വിധവും, സ്പ്രെഡിങ്ങും ഡസ് നോട്ട് സ്പ്രെഡിങ്ങും സെറ്റ് അല്ലേടാ? ഓക്കെ, ഗുഡ് ബൈ.